Hello guys, welcome back our new video. Guys, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫുഡ് ബൈറ്റ് ചാലഞ്ച്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്, 2-3 ഫുഡ് എടുത്തിട്ടുണ്ട്, കഴിക്കാൻ പറ്റുന്ന അത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ മേടിച്ചപ്പം ചലഞ്ച് ആക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യമത്തെ ഫുഡ് എടുക്കില്ലേ? അതെ. അപ്പൊ നമ്മൾ നൈറ്റ് ആണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് പകലെടുക്കാൻ സമയമില്ലാത്ത നമ്മൾ നൈറ്റ് എടുത്തു. ആദ്യമേ നമ്മള് ഇത് പിന്നെ സാലഡോ അതൊന്നും വേണ്ട, ഇത് തന്നെ. ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് ഷവർമയാണ്. ഷവർമ ഇപ്പം എത്ര ബൈറ്റാ? ഞാനൊരു 4 ബൈറ്റ് പറയും. ഷവർമ ഉണ്ട് എനിക്ക്. മാക്സിമം എത്ര ബൈറ്റാ? മാക്സിമം 4 ആണ്. അതിൽ കൂടാൻ പറ്റത്തില്ല, അതിൽ കൂടാൻ പറ്റത്തില്ല. 4 ബൈറ്റ്. എനിക്ക് 4 വേണം, എന്നാലേ പറ്റത്തുള്ളൂ. പക്ഷെ പറയുന്ന ബൈറ്റിൽ കടിച്ചു തീർക്കണം. ഞാനും 4. ഓക്കെ, അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. എനിക്കിത് വലിയ ഇഷ്ടമല്ലാത്ത സാധനമാണ്. ചിക്കൻ ഉണ്ട്. ഓ മൈ ഗോഡ്, കഴിച്ചേ പറ്റത്തുള്ളൂ. കാരണം വേറെ നമുക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല. വേറെ ഐറ്റംസ് നമ്മൾ ഉദ്ദേശിച്ച കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടിയില്ല. പിന്നെ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിന് ഇത്രയും വായിൽ കേട്ടണമല്ലോ എന്നാലിരിക്കുമ്പോഴേ. 4 ബൈറ്റ് ആണ് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും. ഫസ്റ്റ് ബൈറ്റ് ആരാദ്യം ഫിനിഷ് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ ഗൈസ്. ജയിക്കുന്ന ആൾക്ക് ഒന്നുമില്ല. എത്ര 4 ബൈറ്റ്? അതിൽ കൂടുതൽ കഴിച്ച് അതിൽ കൂടുതൽ തീർത്ത് കഴിയാ പറ്റുന്നില്ല. ഒരു 4 ബൈറ്റ് കഴിച്ചിരിക്കാം. ഇഷ്ടപ്പെടില്ല, സത്യം പറയാൻ ഇഷ്ടപ്പെടില്ല. എനിക്ക് 2 ബൈറ്റ് 3 ബൈറ്റ് തീരും. എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള സാധനം ഷവർമ. അത് മണ്ടൊക്കെ കൊട്ടി പിടിക്കുന്നു. സൂപ്പർ 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 സാധനം. അപ്പൊ അടുത്ത എന്ത് അങ്ങനൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോ കഴിക്കാം. അല്ല, ഒരുമിച്ച് അടുത്ത നെക്സ്റ്റ് രണ്ടാമത്തെ ബൈറ്റ് ആണ്. ഇവള് പറയുന്നത് ഇവളുടെ കൂടെ കഴിക്കണമെന്ന്. അങ്ങനാണ് ഒരുമിച്ച. ഓ കുരുമേ 3 ബൈറ്റ് 4 ബൈറ്റ് തീർത്താ മതി. ശരിക്കും ഒരു ഒറ്റ ബൈറ്റ് ഞാൻ കഴിക്കാൻ പോവാ. അതെന്തോ ആദ്യം തീർക്കുന്ന ആളാ. വെള്ളം പോലും എടുക്കുന്നത് അറിയാതെ ഇത് കഴിക്കുമോ? പിന്നെ കടുപ്പ് ചാലഞ്ച് ഭയങ്കര ഇഷ്ടം. ഞാൻ ചോദിച്ചു പറയുന്ന ബൈറ്റിനുള്ളിൽ തീർക്കണം. പറയുന്ന ബൈറ്റ് ചേർക്കാൻ എന്റെ ഷവർമ തീർന്നു. അപ്പം ഞാൻ 4 ബൈറ്റ് പറഞ്ഞ് 3 ബൈറ്റ് തീർത്ത്. ഇവള് 3 തീർക്കുമല്ലോ നോക്കാം. ഇവള് 4 ആണെങ്കിൽ ഞാൻ ജയിക്കും. എന്തോ നമ്മൾ പറയുന്ന ബൈറ്റ് തീർത്ത് കാണിച്ചാൽ മതി. അങ്ങനെ ഗെയിമാ. ആദ്യമേ പറഞ്ഞു പറയുന്ന ബൈറ്റ് തീർത്താ മതി, അത് കൂടുതലാവല്ലേന്നേ ഉള്ളൂ. ഇതെത്രാമത്തേത്? അയ്യോ, അടുത്ത എന്റെ 3ാമത്തെ ബൈറ്റ് ആണ് ഗൈസ്. സാധനം സത്യം 3ാമത്തെ ഞാൻ ഇഷ്ടപ്പെടാതെ കഴിക്കൂ, അതുകൊണ്ട് എനിക്ക് എന്തോ പോലെ. 4ാമത്തെ തീർക്കണം, തൊണ്ടയ്ക്ക് കുരുങ്ങല്ലേ. ഇല്ല, ആ സമയത്ത് ഇച്ചിരി വെള്ളം എടുത്തോണ്ട് അല്ലെങ്കിൽ ചാവും.
നമ്മള് വെള്ളം പോലും എടുത്തോണ്ട് വരാതെ കഴിക്കണേ. പേടിക്കണം, ഞാൻ ക്യാമറയുടെ മുന്നിൽ എന്നെ കൊണ്ട് പൊത്തുന്ന എന്റെ പൊന്നെ സാധനം അവസാനം വല്ലതും കഴിച്ചാൽ മതിയായിരുന്നു. ഇനി ഒന്നും എന്താ ലാസ്റ്റ് ബൈറ്റ് തീർത്തില്ലെങ്കിൽ ഞാൻ ജയിക്കും. വെള്ളം കുടിച്ചു പോയി കഴിച്ചു പോയി. അങ്ങനെ ഇത് എടുക്കേണ്ട കാര്യമില്ലാന്ന്. ഇനിയുണ്ട് വെറുപ്പിന് സാധനം ഷവർമ. ഇനിയുണ്ട് ഇനിയുണ്ട് അല്ല, ഇനിയും സാധനങ്ങളുണ്ട്. റോളിന് മുമ്പ് ക്യാൻസൽ ആവൂ. ബൈറ്റൊക്കെ ഒരു ഒറ്റ ഷവർമയിൽ ഒതുങ്ങി എടുക്കും. ഇതെത്രാമത്തെ ബൈറ്റ്? ഇത് തീർക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ബൈറ്റ് ഇല്ലെങ്കിൽ നമ്മള് ഇല്ലെങ്കിൽ നമ്മൾ ജയിക്കും. കഴിച്ചു ഞാൻ വിട്ടുകൊടുക്കുക. ഞാനിത് 4 ബൈറ്റ് തീർത്ത് കഴിഞ്ഞാ സെയിം പോയിന്റ് ഉണ്ട്. തീർത്തില്ലെങ്കിലാ നിനക്ക് മാത്രം പോയിട്ട്. ദൈവമേ, ഇതെങ്ങനെ ചുളുക്കട്ടെ. ഇത്രയും കൂടെ വായിക്കുന്നതാ എനിക്ക് ഇഷ്ടമല്ലാത്തത് സാധനം. തോറ്റില്ല, ഇനി ഇതെന്തായാലും കഴിച്ചു തീർക്കും. പക്ഷെ അടുത്ത എനിക്ക് കഴിക്കുള്ള ത്രാണി എനിക്ക് ഉണ്ടോന്നില്ല. ഏമ്പൊക്കെ വരുന്ന കഴിക്കണേ, അത് തൊണ്ടയിരിക്കല്ലേ. നീ തിന്ന് ഇറക്കിയ ചിരിപ്പിക്കുന്നില്ല ഇറക്കിയാ നോക്കും, അത്രേ ഉള്ളു. എന്ത് അണ്ണാക്കിലൊന്നും ഇരിക്കല്ലേ? നിന്റെ കണ്ണൊക്കെ പറഞ്ഞെന്താ? ശരിയാണ്. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഒരു ബൈറ്റ് ചാലഞ്ച് കണ്ണ് പറഞ്ഞത്. അത് വിഴുങ്ങി ഇറക്ക്, അല്ല തിന്നിറക്ക്, എന്നാലേ പറ്റൂ. എപ്പ വായിന്ന് പുറത്തു വന്നാ ഞാൻ ചെയ്യും. ഇല്ല, ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് കണ്ട്. കഴിഞ്ഞോ? കണ്ണൊക്കെ പറയേ. രണ്ടുപേർക്കും ഒരേ പോയിന്റ്. ആദ്യം തന്നെ പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞു. ഓക്കെ, അടുത്ത സാധനത്തിലേക്ക് പോവാം. ഞാൻ റെഡിയാണ് ഗൈസ്. ഇപ്പോഴും പെണ്ണ് റെഡിയാണോ? റെഡിയാണോ? അടുത്ത സാധനം എടുക്കട്ടെ. അടുത്ത സാധനം ബർഗറാണ് ഗൈസ്. ബർഗർ എടുത്തു. എത്ര വെയിറ്റ്? നമ്മൾ മൊത്തത്തിൽ എന്താ പറയാ, തിന്നാനുള്ള ഇഷ്ടം പോലെ വയറുണ്ട്. എനിക്ക് അത്രയും വയറില്ല. അപ്പം എനിക്ക് അത്രയും വലിയ വയറില്ല. എന്നാലും പറ എത്ര വെയിറ്റ്? മാക്സിമം 5 വെയിറ്റേ പറ്റത്തുള്ളൂ പറഞ്ഞു. എനിക്കിത് കഴിക്കണമെന്ന് പോലും തോന്നുന്നില്ല ഇപ്പൊ. എന്നാലും ഐ വിൽ ട്രൈ.
എത്ര വെയിറ്റ്? ഞാനും കൂടെ ഒന്ന് ആളെ നോക്കട്ടെ. ഞാൻ പിന്നെ 3 ബൈറ്റ്. പക്ഷെ നേരത്തെ നീ എത്ര ബൈറ്റിലേക്ക് അടിച്ചു? ഞാൻ 4 ബൈറ്റ് പറഞ്ഞു 3 ബൈറ്റ് കഴിച്ചു. ഓക്കെ, ഞാൻ ഇപ്പഴും 4 ബൈറ്റ്. അതിനുള്ള വായ എന്റെ കുഞ്ഞു വായ, ഇവന്റെ വലിയ വായ. അപ്പൊ സ്റ്റാർട്ട്. ഈ ചെറിയൊന്നും മുളത്തില്ല, കൈ പറ്റി. നല്ല ചെറിയ ദൈവങ്ങളെ. പക്ഷെ ഷവർമ്മ ആദ്യം കഴിച്ചത് ഞാന്. പക്ഷെ ഫസ്റ്റ് ഫിനിഷ് ചെയ്ത് ഇവനാ. എടാ നിക്കടെ, ഞാനും കൂടെ ഒന്ന് വന്നോട്ടെ. ഞാൻ ആദ്യമേ ഓടി. അല്ലടാ, ഞാനും കൂടെ ഒന്ന് വരട്ടെ. എന്നെ കൊതി മൂത്തിരിക്കുന്നുണ്ട്, മൊത്തം തിന്നും കഴിച്ചു. എന്നെ കൊണ്ട് ഞാൻ 4 ബൈറ്റ് 3 ബൈറ്റ്. ഓക്കെ. അയ്യോ, ചെറിയ വൈറ്റപ്പിൾ. സൈലസ്. Oh my god. ഞാൻ അടുത്ത ബൈറ്റ് കഴിക്കട്ടെ? കഴിച്ചു. ഇത് 3 തീരും തോന്നുന്നില്ല. അമ്മേ, എന്തോ ആനവായോ. ചോട്ടു, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ എങ്ങോട്ടാ പോതെ? അയ്യോ, കുഞ്ഞു ബൈറ്റ്. എനിക്ക് തോന്നുന്നു നീ കളി നീ ചെയ്യൂ. വേറെ ചലഞ്ച് വെച്ചാ മതിയായിരുന്നു. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണേ. ഇതെന്തോ വയറ് നിറഞ്ഞു. നല്ല കാര്യം. ഞാൻ ഫിനിഷ് ചെയ്യ. കഴിച്ചോ? കഴിക്കാൻ പറ്റില്ലേ? തുപ്പടേ തുപ്പട. തുപ്പി ഔട്ടണേ, തുപ്പി ഔട്ടണേ. ദൈവമേ, അട്ട ബർഗർ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, എന്റെ സെക്കൻഡ് ബൈറ്റാണ്. ബർഗർ പോരാ, ബർഗറിന് ടേസ്റ്റ് കുറവ്. നമ്മള് സാധനം എന്തായാലും മേടിക്കണ്ടായിരുന്നു. ഇനിയിപ്പോ അത് പിടിച്ച് ഗ്യാസ് വയറിറങ്ങാൻ 4 ബൈറ്റ് തീർക്കത്തില്ല നമ്മള്. അപ്പൊ നമ്മൾ ജയിക്കാൻ പോവുകയാണ് ഗൈസ്. നെയ്മർ 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 വേൾഡ് കപ്പും വിന്നടിക്കും. വിന്നർ ചോട്ടു വാരടി. അപ്പൊ ഈ ചാലഞ്ച് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണോ? സ്റ്റോപ്പ് ചെയ്യണം. ഇനി സ്റ്റോക്ക് ഇരിപ്പുണ്ട്. റോളും കൂടെ ഉണ്ട്, അത് ചോട്ട് അങ്ങനൊന്നും ഇല്ല. ഒരു റോളും കൂടെ കൊടുത്തു. 2 ബൈറ്റ് എടുത്താ മതി. 2 ബൈറ്റ്. നമുക്ക് എതിരാളികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഏറ്റെടുക്കും. ഇനി കഴിക്കാൻ വയ്യ കേട്ടോ. എതിരാളിവാ സത്യമായിട്ട് വയ്യ ഗൈസ്. നമ്മൾ ജയിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞ ബ്ലോഗ് ഭയങ്കര ചെറുതായി പോയില്ലേ? ചെറുതൊന്നുമില്ല, ബ്ലോഗ് ഉണ്ട്. കുറച്ചും കൂടെ ഞാൻ കഴിച്ചേക്ക് കുറച്ചുകൂടെ നീട്ടാം, പക്ഷെ എനിക്ക് പറ്റത്തില്ല ഗൈസ്. കണ്ടോ, ഇതാണ് ഗൈസ്. ഒന്നും കഴിക്കുന്നില്ല പൊന്നു പറയത്തില്ലേ? അല്ല നിങ്ങളെല്ലാരും പറയത്തില്ലേ പൊന്നു കഴിക്കത്തില്ല. പക്ഷെ അല്ല പൊന്നു അങ്ങനല്ല പറയുന്നത്. നിനക്ക് വണ്ണമില്ല, അതാ ഇതാന്നൊക്കെ. ഗൈസ് കണ്ടോ, ഒരു ഷവർമയും ഒരു രണ്ടാമത്തെ ബർഗർ എടുത്തില്ല. അതിന് മുമ്പേ വയറ് നിറഞ്ഞ ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ അവളുടെ വയറിന്റെ കപ്പാസിറ്റി. സത്യമാണ്. ബർഗറും കൂടെ അകത്താക്കാനും പറ്റുമെന്ന് തോന്നുന്നു, പക്ഷെ റോളൊക്കെ ഇവിടെ വേസ്റ്റ് ആയി. റോളൊക്കെ വേസ്റ്റ് ആയി. വീട്ടിൽ കൊടുക്കാം.
അല്ല എല്ലാവർക്കും ഒരു റോള് കൊടുത്തു. ഇനിയിപ്പൊ എല്ലാരും റോള് കഴിഞ്ഞ് പറഞ്ഞു അറിഞ്ഞിരിക്കും. ഇനിയിപ്പൊ കൊടുത്താലും കഴിക്കും തോന്നില്ല. എന്നാലും ഫ്രിഡ്ജ് വല്ല വെച്ചേക്കല്ലേ അല്ലാത്തില്ലാന്ന് തോന്നുന്നു. നമ്മുടെ ചലഞ്ച് ഞാൻ ജയിച്ചിരിക്കുകയാണ്. പക്ഷേ എല്ലാ ചലഞ്ചിലും ഞാനാണ് വിൻ ചെയ്യുന്നത്. അല്ല, എല്ലാ ചലഞ്ചിലും വിൻ ചെയ്തില്ല. മറ്റേ ഒരു ആദ്യമായിട്ട് നമ്മളൊരു ഫുഡ് ചലഞ്ച് ചെയ്തു, മറ്റേ ഡൂക്കിന്റെ മണ്ട വെച്ചിട്ട്, അതില് ഞാനായിരുന്നു ജയിച്ചിട്ടുള്ളത്. ആണ് ഗൈസ്, എല്ലാ ചലഞ്ചിലും ഒന്നുമില്ല. പഴയ കഥകളൊന്നും ഇവിടെ എടുക്കത്തില്ല. ഈ കുറച്ച് നാളുകൊണ്ടുള്ള 2-3 ചലഞ്ചുകളെ ചോട്ടാണ് ജയിച്ചത്. അപ്പൊ ഗൈസ് ഇനി എന്ത് പറയാനുള്ള എന്തേലും നമുക്ക് സ്പോർട്സ് ബ്രസീൽ. ഓക്കെ, അപ്പൊ കൊറേ പേര് ഇങ്ങനെ ഞാൻ ആദ്യം നെയ്മറിന്റെ ബ്രസീലിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ചോട്ടാണ് ബ്രസീൽ ഫാൻ. ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്തതേ എനിക്ക് വേണ്ടി റോൾ എടുത്തതാണ് ഗൈസ്. ഞാൻ ശരിക്കും റൊണാൾഡോ ഫാൻ ആണ്. പിന്നെ മെസ്സി ഇഷ്ടമാണ്, പക്ഷെ എന്റെ മെസ്സിയുടെ ജേഴ്സി ഇല്ല. ജേഴ്സി വാങ്ങണം. അപ്പം നെയ്മർ ഇട്ടപ്പം നമ്മളെ ബ്രസീലിന്റെ വീഡിയോ ഇട്ടപ്പോ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമന്റ് അതിനാണ് ഗൈസ്. എന്റെ പൊന്നി, ഞങ്ങളെ സ്വപ്നം കണ്ട കമന്റ് ബോക്സ് ആയിരുന്നു ഗൈസ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, 1-2 പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ മോസ്റ്റ് സാധനം അടിപൊളി, എല്ലാരും കിടില സൂപ്പറാ. സ്പോർട്സിന്റെ ഇതുകൊണ്ടായിരിക്കും അങ്ങനെ ഇട്ടെന്ന് തോന്നുന്നു. അല്ല നമ്മളായിട്ട് നമ്മള് റൊണാൾഡോയുടെ ഇട്ടിട്ടുണ്ടില്ലേ, അപ്പൊ അതിലും കമന്റ് എങ്ങനെയായിരുന്നു നോക്കുക. ഇൻസ്റ്റയിലും യൂട്യൂബിലും സെയിം കമന്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റൊണാൾഡോയുടെ ഇട്ടിട്ടുണ്ട്. അത് റൊണാൾഡോയുടെ ഇടാൻ പറഞ്ഞു കുറെ പേര് മെസ്സേജ് ഇട്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ റൊണാൾഡോ ഇട്ടിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ അല്ലെങ്കിൽ റൊണാൾഡോ എടുക്കാം. നെയ്മർ ജൂനിയറിനാണ്. അതൊന്നും നമ്മളിവിടെ പ്രഡിക്ഷൻ ലോഡിംഗ് ആണ് ഗൈസ്. ഇവിടെ പ്രഡിക്ഷൻ ഒന്നും പറയുന്നില്ല. പ്രഡിക്ഷൻ ഞാൻ പറയാം ഗൈസ്. 6-ാം തമ്പുരാൻ ലോഡിംഗ് ആണ് ഗൈസ്. ഗൈസ്, അപ്പൊ ഇത് സത്യം പറഞ്ഞ ഈ ചലഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടതില്ല. ഇപ്പൊ പറയാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മതി, അതേ പറ്റും. നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. അപ്പൊ നമ്മൾ ഒഫീഷ്യലി റിവീൽ ചെയ്ത് ഞാൻ ബ്രസീൽ ഫാൻ, മെസ്സി ആൻഡ് റൊണാൾഡോ രണ്ടുപേരും ഇഷ്ടമാണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചലഞ്ച് ഞാൻ ജയിച്ചു, പിന്നെ പാളിപ്പോയി. Okay, bye.